ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി തിരികെ കാർ സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് മഹേഷും കൂട്ടരും മറ്റും പറയുകയാണ് ആന്റണി ഇവിടെ വന്നിരുന്നു, ആന്റണി ആകെ പ്രശ്നമുണ്ടാക്കിയെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി കാര്യം തിരക്കാണ്ട് ഈ ഒരു സമയത്ത് മറ്റൊരു സുഹൃത്ത് പറയുകയാണ്, നീ കാരണമാണ് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കിയത്, നിന്റെ ദേഷ്യവും എടുത്തുചാട്ടവും കാരണം ഇപ്പം ഞങ്ങളുടെ കാർ നഷ്ടപ്പെടാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി വിശദമായി തന്നെ എല്ലാ കാര്യം ചോദിച്ചറിയാൻ താൻ കാരണമാണ് തൻ്റെ സുഹൃത്തുക്കൾ അവധിപ്പെട്ടത്, അപ്പോൾ ഏത് വിധേനയും അവർക്ക് അവരുടെ കാറ് തിരികെ നൽകണം, അതിന് വേണ്ടിയിട്ട് ആന്റണിയെ പോയി കാണണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ആരോടും ഒന്നും മിണ്ടാതെ തന്നെ കാർ സ്റ്റാൻഡിൽ നിന്ന് പോവുകയാണ്. മഹേഷ് തൊട്ടുപുറകെ തന്നെ സച്ചി നീ എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്ന സച്ചി ആന്റണിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ആന്റണി ഇങ്ങനെ പറയാണ്, ആ സച്ചി നിന്നെ ഞാൻ ഒരുപാട് നേരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, നീ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നതേക്കും സച്ചി പറയുന്നുണ്ട്, ആന്റണി നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ എൻ്റെ കൂട്ടുകാരെ വലിച്ചെടുക്കുന്നത്, അവരൊരാളുടെ പൈസ അവർ തന്നു തീർത്തോളും എന്നൊക്കെ സച്ചി പറയുന്ന നേരത്തെ ആന്റണി പറയുകയാണ്, ഓക്കെ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വിട്ടുവീഴ്ച തയ്യാറാണ്, നീ എല്ലാവരും മുന്നിൽ വെച്ച് കാർ സ്റ്റാൻഡിൽ നാളെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കാല് പിടിച്ചൊന്ന് മാപ്പ് പറഞ്ഞാൽ മതി എന്ന് ആരുടെയും പറയാം കേട്ടോ. ഇത് കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടാതെ തന്നെ സച്ചി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സച്ചിയും രേവതിയും പരസ്പരം നേർക്ക് വരുന്നുണ്ടെങ്കിലും രേവതി സച്ചിയോടും മിണ്ടുന്നില്ല, സച്ചി രേവതിയെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിനുശേഷം രാത്രി കിടക്കുന്ന സമയത്ത് ടെറസിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചിക്കാണെങ്കിലും തൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷമം ആരോടെങ്കിലും പറയാത്തതിന് ഭയങ്കര വിമ്മിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സച്ചി ചിന്തിക്കുകയാണ്, എന്തായാലും സത്യങ്ങളെല്ലാം തന്നെ രേവതിയോട് തുറന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.